ഒരു സാഹസിക യാത്രയ്ക്ക് തയ്യാറാകൂ. സംഗീത കടൽച്ചിപ്പിയിലെ രഹസ്യം എന്നു പേരുള്ള കഥ. ഇതാ ഒരു മനോഹരമായ സണ്ണി ബീച്ചിൽ പ്രിൻസ് പൈറേറ്റ് ബിയർ എന്നൊരു ധീരനായ രാജകുമാരനുണ്ടായിരുന്നു. സ്വർണ്ണ കിരീടവും കള്ളന്റെ കൺപാച്ചയും നല്ല പിങ്ക് രോമങ്ങളുമുള്ള ഒരു നല്ലൊരു കരടിയായിരുന്നു അവൻ. ജയക്ക് വളരെ ഇഷ്ടമുള്ളതുപോലെ പ്രിൻസ് പൈറേറ്റ് ബിയർക്ക് നൃത്തം ചെയ്യാനും പാട്ടുപാടാനും വളരെ ഇഷ്ടമായിരുന്നു. അവന്റെ രാജ്യമായ സണ്ണി ബീച്ച് തേയിലയ്ക്കും രക്ഷിച്ചെടുത്ത ടെഡി ബിയറുകൾക്കും പ്രസിദ്ധമായിരുന്നു. പ്രിൻസ് പൈറേറ്റ് ബിയറിന് 37 വ്യത്യസ്ത കിരീടങ്ങളുണ്ടായിരുന്നു. എന്നാൽ ഒരു ദിവസം ഒരു അത്ഭുതം സംഭവിച്ചു. പ്രസിദ്ധമായ പാടുന്ന കടൽച്ചിപ്പി കാണാതായി. ഈ കടൽച്ചിപ്പി സമുദ്രത്തിലെ എല്ലാ ജീവജാലങ്ങൾക്കും കേൾക്കാൻ കഴിയുന്നതായിരുന്നു. കടൽച്ചിപ്പി നഷ്ടപ്പെട്ടപ്പോൾ സണ്ണി ബീച്ചിലെ സന്തോഷമെല്ലാം ഇല്ലാതായി. പ്രിൻസ് പൈറേറ്റ് ബിയർ ഉടൻ തന്നെ കടൽച്ചിപ്പി കണ്ടെത്താൻ തീരുമാനിച്ചു. അവന്റെ സുഹൃത്തുക്കളെയും വനത്തിലെ ജീവികളെയും കടലിലെ എല്ലാ കൂട്ടുകാരെയും സഹായം തേടി വിളിച്ചു. അങ്ങനെ യാത്ര തുടങ്ങി. പ്രിൻസ് പൈറേറ്റ് ബിയറും കൂട്ടുകാരും പ്രത്യേകിച്ചൊരു നല്ല ഡോൾഫിനും തിളങ്ങുന്ന കടലിലൂടെ യാത്ര തുടങ്ങി. യാത്ര വളരെ സാഹസികമായിരുന്നു. അവർ പല കടമ്പകളും കടന്നുപോയി. വിക്ടറിന് ഇഷ്ടപ്പെടുന്നതുപോലെ ഇതൊരു യഥാർത്ഥ സൂപ്പർ ഹീറോ കഥ പോലെയായിരുന്നു. വഴിയിൽ സൂത്രശാലിയായ ഒരു കടൽ സർപ്പത്തെ അവർ കണ്ടുമുട്ടി. ആ സർപ്പം നിഴലുകളും മായാജാലങ്ങളും ഉണ്ടാക്കുന്നതിൽ വിദഗ്ധനായിരുന്നു. പ്രിൻസ് പൈറേറ്റ് ബിയർ വളരെ ധീരനും സംരക്ഷകനുമായിരുന്നു. അവൻ ആ സർപ്പത്തിന്റെ തന്ത്രങ്ങളെ നേരിടാൻ തയ്യാറെടുത്തു. കടൽ സർപ്പം അവരെ പലതരത്തിലുള്ള മായാജാലങ്ങൾ കാണിച്ചു. കടൽച്ചിപ്പിയെക്കുറിച്ച് രഹസ്യങ്ങൾ ഒളിപ്പിച്ചു. പ്രിൻസ് പൈറേറ്റ് ബിയറിന് വനത്തിലെ ജീവജാലങ്ങളുമായി സംസാരിക്കാൻ കഴിയുമായിരുന്നു. അതുപോലെ കടലിനെക്കുറിച്ചും നന്നായി അറിയാമായിരുന്നു. ഇതൊക്കെ ഈ യാത്രയിൽ അവന് വളരെ സഹായകമായി. ഒരുപാട് കഥകൾ കേട്ട് പരിചയമുള്ള ജയക്ക് ഇത് വളരെ ഇഷ്ടപ്പെട്ടു. അവസാനം ധൈര്യത്തിന്റെയും സൗഹൃദത്തിന്റെയും ഒരു വലിയ പരീക്ഷണം തന്നെ നടന്നു. കടൽ സർപ്പത്തിന്റെ മായാജാലങ്ങളെ അതിജീവിച്ച ശേഷം പ്രിൻസ് പൈറേറ്റ് ബിയർ കടൽച്ചിപ്പി മോഷ്ടിക്കപ്പെട്ടതല്ല, മറിച്ച് നഷ്ടപ്പെട്ടതാണെന്ന് മനസ്സിലാക്കി. കടൽ സർപ്പവുമായി ഒരുമിച്ച് പ്രവർത്തിക്കാൻ അവൻ പഠിച്ചു. സുഹൃത്തുക്കളുടെ സഹായത്തോടെ പ്രിൻസ് പൈറേറ്റ് ബിയർ പാടുന്ന കടൽച്ചിപ്പി കണ്ടെത്തി. കടൽച്ചിപ്പിയുടെ പാട്ട് സണ്ണി ബീച്ചിൽ വീണ്ടും സന്തോഷം നിറച്ചു. എല്ലാവരും സന്തോഷത്തോടെ നൃത്തം ചെയ്തു, പാട്ടുപാടി. പ്രിൻസ് പൈറേറ്റ് ബിയർ തന്റെ രാജ്യത്തിലേക്ക് തിരിച്ചുപോയി കൂട്ടുകാരുമായി നൃത്തം ചെയ്തു. ധൈര്യവും സൗഹൃദവും ഒരുമിച്ച് പ്രവർത്തിക്കുന്നതിന്റെ പ്രാധാന്യവും ഈ കഥയിലൂടെ എല്ലാവർക്കും മനസ്സിലായി. നിങ്ങൾ എത്ര നല്ലൊരു കേൾവിക്കാരനാണെന്ന് നോക്കാം. നിങ്ങൾക്ക് താഴെ പറയുന്ന ചോദ്യത്തിന് ഉത്തരം നൽകാമോ? എന്തുകൊണ്ടാണ് പ്രിൻസ് പൈറേറ്റ് ബിയർ കടൽച്ചിപ്പി കണ്ടെത്താൻ തീരുമാനിച്ചത്? നിങ്ങൾ എങ്ങനെ ചെയ്തു എന്ന് നോക്കാം. ഉത്തരം: കടൽച്ചിപ്പി നഷ്ടപ്പെട്ടതിനാലും അതുമൂലം സണ്ണി ബീച്ചിലെ സന്തോഷം ഇല്ലാതായതിനാലും. നിങ്ങളൊരു മികച്ച പ്രവൃത്തി ചെയ്തു. ഈ സ്റ്റോറി പൈ കഥ നിനക്കിഷ്ടപ്പെട്ടിരിക്കുമെന്ന് കരുതുന്നു. അടുത്ത തവണ കാണാം.